ആകാശ് ഭാസ്കരെ സംവിധാനം ചെയ്ത് അഥർവ പ്രധാന റോളിൽ വന്ന സിനിമ അതാണ് ഇതയം നല്ലെണ്ണ, ഇതയം മുരളി. ഈ പടം 3 മണിക്കൂർ എന്നെ കെട്ടിയിട്ടിട്ട് ചന്തിയിൽ മുളക് വെച്ച് തേച്ച് വെച്ച് കൊടുത്ത ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും. ഞാൻ അത്രയും ഫ്രസ്ട്രേറ്റഡ് ആണ്. സ്പോയിലർ വരുമോ തേങ്ങ വരുമോ എന്ന് എനിക്കറിഞ്ഞൂടാ. നിങ്ങൾ ഇതൊരു മുൻകൂർ ജാമ്യമായിട്ട് അങ്ങ് എടുത്തോ. ഈ പടം കുറച്ച് ഓട്ടോഗ്രാഫ്, കുറച്ച് വാരണവരം, പിന്നെ അവൻ്റെ അച്ഛൻ്റെ ഇതയം സിനിമ, അങ്ങനെ കുറേ സിനിമകൾ ചേർത്ത് എടുത്ത് വെച്ചിട്ടുണ്ടായ ഒരു അപരാധം. ഇതിൽ ഫഹദ് ഫാസിലുണ്ട്. ഫഹദ് ഫാസിലിനെ കണ്ടിട്ടാണ് നമ്മൾ ഈ സിനിമയ്ക്ക് പോയത്. ഫഹദ് ഫാസിലിൻ്റെ റോൾ എന്താണെന്ന് അറിയാമോ? മറ്റേ ബോബൻ ഇറാനിയില്ലേ, പെണ്ണിയില്ലേ, ഇവന്മാർ അപരാധ കഥയൊക്കെ വേണ്ടി മല വലിഞ്ഞേറിയ ബോബൻ, അതേ സാധനം. ഇതിൽ വാരി വരെ ഫ്ലൈറ്റിൽ പുള്ളി അവിടെ ഫ്ലൈറ്റിലേക്ക് വന്ന സമയത്ത് ഇവന്മാരെല്ലാം കണ്ടിട്ട് എടുത്താണെന്ന് തോന്നുന്നു. അത്രേ ഉള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഥ കേൾക്കണം. ഫഹദ് ഫാസിൽ തന്നെ ഇതിൽ ഒരുപാട് ഫോർത്ത് വാൾ ബ്രേക്ക് ചെയ്യാനുണ്ട്. ഇതിൽ തുടക്കം പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങളുടെ കഥ കേൾക്കാൻ ഒരു ഇളിച്ച വായന പോലെ ഒരാൾ വേണം, അതല്ലേ ഞാനെന്ന് പറഞ്ഞിട്ട് ഫഹദ് ഫാസിലിൻ്റെ പറയാനുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എന്തിനാ അവരത് കഥ എനിക്ക് ബാക്കി കേൾക്കാൻ പറ്റില്ല, ഇത് ഇത്രയും മതി നിർത്തിയിട്ട് പോടേതുകൊണ്ട് നമ്മളെ പ്രതിദാനം ചെയ്ത് ആ സിനിമ കണ്ടപ്പം പുള്ളി എനിക്കങ്ങനെ തോന്നിയായിരുന്നു. പെഡ്ഡിയിൽ ഇതിൽ നമ്മളെ പ്രതിദാനം ചെയ്ത് അതിനകത്ത് ഇരിക്കുകയാണ് ഫഹദ് ഫാസിൽ. പക്ഷേ ഈ പടത്തിൽ ഒന്നിനും നല്ല കാര്യം പറയാനുണ്ടെങ്കിൽ ഫഹദിൻ്റെ രസമായിരുന്നു. പിന്നെ ഇതിൽ ഇവൻ്റെ പ്രീതി മുകുന്ദനുമായിട്ടുള്ള ഫസ്റ്റ് എപ്പിസോഡുണ്ട്. ആ സമയത്ത് അത് ഒരു അത്യാവശ്യം കുറച്ച് ചിരിക്കാനും രസമൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇവൻ സുധാകർ ഉണ്ടല്ലോ, മറ്റേ പരിതാപങ്ങൾ ചാനലിലുള്ള സുധാകരൻ്റെ അവൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഡയലോഗ് ഡെലിവറി, കുറച്ച് കോമഡീസ് ആ ഭാഗത്ത് വർക്കൗട്ട് ആയിട്ടുണ്ട്, രസമായിരുന്നു. പിന്നെ ഇതിൻ്റെ വിഷ്വൽസ് കാണാൻ നല്ല നല്ല ഭംഗി. അതായത് ഏതെങ്കിലും ടി വി കടയിൽ കൊണ്ടിട്ടിട്ട് ടി വിയിലെ ഡിസ്പ്ലേയിൽ കാണിക്കുക, അതായത് ഈ ടി വിയുടെ ക്വാളിറ്റി നോക്കുന്നുണ്ട്, ആ രീതിയിൽ നല്ല വിഷ്വൽസ്. പിന്നെ തമൻ്റെ പാട്ടും സ്കോറും കൊള്ളായിരുന്നു. പാട്ടൊക്കെ അനാവശ്യമായിരുന്നു, പക്ഷേ കേൾക്കാൻ രസമായിരുന്നു. പിന്നീട് ചിലപ്പോൾ കുറേ പാട്ടുകളൊക്കെ ഹിറ്റാകാനുള്ള സാധ്യതയുണ്ട്. ഫഹദിൻ്റെ അവസാനത്തെ ഒരു എൻട്രി ഉണ്ട്, പൊളി സാധനമായിരുന്നു. നമുക്കൊരു തിയേറ്ററിക്കൽ മൊമെൻറ്റ് അടിപൊളിയായിരുന്നു. അത് മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇനി സിനിമയിൽ യവൻ അഥർവ, യവന് മറ്റേ മരിച്ചനി കമ്പിൽ സാരി കിട്ടിയാൽ അപ്പം ക്രഷ് വരും. ഇവിടെ പോയാലും ക്രഷ്, എല്ലായിടത്തും പ്രേമം. പഠിപ്പിക്കുന്ന ടീച്ചർ മുതൽ ചികിത്സിക്കുന്ന ഡോക്ടർ വരെ അവന് പ്രേമം. പക്ഷേ എല്ലാം ദിവ്യ പ്രേമമാണ് കേട്ടോ, എല്ലാം ദിവ്യ പ്രേമം, അല്ലാതെ മറ്റേ ടൈം പാസ് മറ്റേ ഇതൊന്നുമല്ല, എല്ലാം ആത്മാർത്ഥമായിട്ട്. പക്ഷേ ഇവനത് പറയാൻ പറ്റാത്തതിൻ്റെ ഒരു പ്രശ്നം, പ്രപ്പോസ് ചെയ്യാൻ പറ്റില്ല. ബാക്കിയെല്ലാം അവനെ കൊണ്ട് പറ്റും. ഇവൻ്റെ ടീച്ചർ മായാ മിസ്സാ, ഗീതാ മിസ്സിൻ്റെ അതിൽ വേറൊരു ക്യാരക്ടർ എന്ന് പറയണ കേട്ടാ. എല്ലാവർക്കും ആദ്യമായിട്ട് പ്രേമം തോന്നുന്നത് പഠിപ്പിച്ച ടീച്ചറിൻ്റെ അടുത്തായിരിക്കുന്നത്. യവനും അവൻ്റെ തന്തയും അങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ എല്ലാവരും അങ്ങനെ ആവുമോ എനിക്ക് മനസ്സിലാവില്ലേ. എന്നിട്ട് ടീച്ചറിൻ്റെ വയറൊക്കെ നോക്കി കിടക്കും. പടം തുടക്കത്തിൽ യവന്മാരെ കുട്ടിക്കാലമാണ് കാണിക്കുന്നത്. അതായത് 90s കിഡ്സ് ആണല്ലോ, നമ്മളെല്ലാം 90s കിഡ്സിൻ്റെ നൊസ്റ്റാൾജി അങ്ങ് വിതറിത്തരണം. ഇത് ആദ്യമൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര രസമായിരുന്നു. നമ്മൾ കുട്ടിക്കാലം ചെയ്തിട്ടുള്ള കാര്യമല്ലേ. കുറേ സിനിമകളിലൊക്കെ വരുമ്പോൾ നമുക്ക് രസമുള്ള കാര്യമായിരുന്നു. പല്ലോട്ടി 90 കിഡ്സ് അങ്ങനത്തെ ഒരുപാട് സിനിമയുണ്ട്. അപ്പം ഇപ്പം ഇത് ഫേസ്ബുക്ക് പോസ്റ്റിലൊക്കെ വരുമല്ലോ, നമ്മൾ പണ്ട് മറ്റേ ഉജാലയുടെ വണ്ടി ഓടിച്ച് ഇതെല്ലാം വന്ന് ഇത് ക്ലീശയായി മടുത്ത്. ഈ സിനിമയിൽ ഇത് കാണിക്കാൻ വേണ്ടി മാത്രം ഒരു കുട്ടിക്കാലം ക്രിഞ്ചായിട്ട് എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതായിരുന്നു മനോഹരം, അതാണ് തേങ്ങ, ഇപ്പോഴത്തെ പിള്ളേർക്ക് എന്തൊരു തേങ്ങ ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉള്ള സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് രസം ഉണ്ടായിരുന്നു. പിന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മളെ ദാരിദ്ര്യത്തിനെയാണ് ഈ നൊസ്റ്റാൾജി എന്ന് പറയണത്. നമ്മൾ ഈ ഒറ്റ മൈനയെ കണ്ട് അടിയിട്ടോ എന്ന് വിചാരിച്ചുണ്ടാക്കുന്ന സമയത്ത് ഇപ്പോൾ പൈലുകൾ കൊറിയയിലൊക്കെ ഉള്ള ട്രെൻഡൊക്കെ എടുത്തിട്ട് അതിനെ കണ്ടുപിടിച്ച് ഇവിടെ അവർ ആ ട്രെൻഡിനെ എക്സ്പ്ലോർ ചെയ്ത് നടക്കണതാണ്. ആ സമയത്ത് നമുക്കൊരു തേങ്ങയും ഒരു അതിനുള്ള റിസോഴ്സും ഇല്ലാതിരുന്നേരെ നമ്മൾ നൊസ്റ്റാൾജിയായിട്ടൊക്കെ തലയിൽ കൊണ്ടു നടത്തിയിട്ട് ഇതൊക്കെ എന്താണെന്ന് പറഞ്ഞാൽ ഓരോ പുച്ചിക്കിനെ കാണുമ്പോൾ കോമഡിയാണ് തോന്നുന്നത്. ഈ സിനിമയിൽ അതുപോലെ ഫോഴ്സ്ഡായിട്ട് മറ്റേ കൊച്ചിലെ നമ്മൾ പറയില്ല, മറ്റേ തണ്ണിമത്തയ്ക്ക് നിന്ന് കുരുവായിട്ട് പോയി കഴിഞ്ഞാൽ മരം മുളയ്ക്കും, ഇത് എന്നെ മണഞ്ഞ് വെറുപ്പിച്ച് അത് അപ്പം തന്നെ മനസ്സിലായി തീരുമാനമായെന്നുള്ളത് മനസ്സിലായി. ഇതിലൊരു ഫണ്ണി ഫാക്ടർ എന്ന് പറഞ്ഞാൽ മലയാളം 90s തമിഴ് 90s ഒരേ നൊസ്റ്റാൾജിയാണ്. നമ്മൾ കൊച്ചിലെ സ്കൂളിൽ അന്ധവിശ്വാസങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നില്ലേ, അത് തന്നെയാണ് തമിഴ് നാട്ടിലുള്ളതെന്നുള്ളത് മനസ്സിലായി. അതെങ്ങനെയാണ് അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഇല്ല, അത് കറക്റ്റ് ഇതൊക്കെ അവിടെ അതുപോലെ സംഭവിക്കണമെന്ന് എനിക്ക് മനസ്സിലായില്ല. അതൊരു കൗതുകമായിരുന്നു. അങ്ങനെ കുട്ടിക്കാലം കഴിഞ്ഞ് നേരെ അവൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തോട്ട് പോയി. അപ്പോൾ പ്രീതി മുകുന്ദൻ്റെ ഒരു എപ്പിസോഡ്. ഇവൻ ആരെ കണ്ടാലും ഇവന് പ്രേമം. കൂട്ടുകാരായിട്ട് ഇവന് കുറേ പേരുണ്ട്, മറ്റേ ഈ റഷ്യൻ ദ്രാവിഡ് എന്നൊക്കെ ഉള്ള അവരൊക്കെയാണ് കൂട്ടുകാർ. പിന്നീട് തമൻ വരുന്നുണ്ട്. തമൻ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. തമൻ 19 വയസ്സുള്ള തമൻ ഇതിൽ മറ്റേ ഡോക്ടറെ സ്റ്റുഡൻ്റായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ധോണി ആ 2011 വേൾഡ് കപ്പിൽ വെറുപ്പിച്ച് കൈ തന്ന യവന്മാർ അതിനെ സെലിബ്രേറ്റ് ചെയ്യണ വിധം കണ്ടപ്പോൾ മറ്റേ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ക്രിഞ്ച് അടിക്കൂലേ. മറ്റേ അസുര ഗ്യാങ്ങൊക്കെ അമ്മാതിരി സാധനം ചെയ്തു വെച്ചിരിക്കുന്നത്. ഞാൻ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുന്നില്ല. നട്ടിയാണ് അമ്മാവൻ കല്യാണം കഴിക്കാതെ അവന് വേണ്ടി ജീവിക്കുന്ന അത് വേറെ കോമഡി പീസ്.
ഇങ്ങനെ വരുന്നു. പിന്നെ കയാതു ലോഹർ വരുന്നു. എടാ ഇവൻ്റെ പ്രേമം നമുക്ക് ഫീൽ ചെയ്യണം, ഇവൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്യണമെങ്കിൽ ഇവൻ്റെ പ്രേമം ജെന്യുവിനായിട്ട് നമുക്ക് തോന്നണം ഇവൻ ചെയ്യണത് ജെന്യുവിനാണെന്ന്. ഇവ അത് ചെയ്യാതെ ഇവ കാണുന്ന പെമ്പിള്ളരെ, കാണാൻ കൊള്ളുന്ന പെമ്പിള്ളരുടെ എല്ലാവരെയും മറ്റേ സ്റ്റോക്കും ചെയ്ത് വായി വെള്ളം ഒലിപ്പിച്ചോടെ നടന്നിട്ട് അയ്യോ ഇവൻ്റെ പ്രേമം നമുക്ക് ഫീൽ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല. അവൻ്റെ കൂട്ടുകാരന്മാർക്ക് പോലും അതിൽ ഫീൽ ചെയ്യല്ല. പിന്നെ അല്ലേ നമുക്ക് പിന്നെ കുറേ ക്രിഞ്ച് ഡയലോഗുകൾ, പാട്ട്, കണ്ടിന്യൂസ് ആയിട്ട് പാട്ട്. ഇത് നീങ്ങല്ല, പടം നീങ്ങല്ല, ഇത് എങ്ങനെയെങ്കിലും ഒന്ന് തീർന്നു കിട്ടിയാൽ മതി എന്നുള്ള ഒരു അവസ്ഥയിൽ ഒക്കെ ആയിപ്പോയി. ഫഹദിനിടയ്ക്ക് കാണിക്കുമ്പോൾ നല്ല രസമുണ്ട്, ഫഹദിനെ കാണാൻ നല്ല ഐശ്വര്യമാണ്. അതുകൊണ്ട് ആ ഭാഗങ്ങളൊക്കെ ഉള്ളായിരുന്നു. ഒരു ബിസിനസ് ക്ലാസ്സിനകത്ത് തന്നെ, വേറെ ഒന്നുമില്ല. പിന്നെ അവസാനം കുറച്ച് നേരമേ ഉള്ളൂ. ഇതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നാസയിൽ വാണം വിടാൻ വേണ്ടിയിട്ട് പ്രീതി മുകുന്ദൻ്റെ ജോലി കിട്ടി പോകുന്നുണ്ട്. അവിടുത്തെ കുറേ അത് അമേരിക്കയൊക്കെ നമുക്ക് കാണിക്കണം, കുറച്ച് പൈസയൊക്കെ പൊട്ടിക്കണം, ഒരു സ്ഥലമൊക്കെ കാണിക്കുന്നുണ്ട്. അമേരിക്കയിലൊക്കെ പോകണം. ഇത് വേറെ മുംബൈയിൽ പോയാലും മതി, എയർ ഹോസ്റ്റസിൽ പോയാലും ഒന്നും സംഭവിക്കുന്നില്ല. വെറുതെ അമേരിക്ക നാസ പറഞ്ഞോടെ റൺവേ കൂടി കിടന്ന് ഓടുകയാണ്. എനിക്ക് ഈ 90s ജനിച്ചവരൊക്കെ ഗുഹാ മനുഷ്യരെന്നാണ് നീയൊക്കെ വിചാരിച്ചു വെച്ചിരിക്കും. ഇവിടെ നമുക്ക് സോഷ്യൽ മീഡിയയൊക്കെ ഇപ്പം ഇതുപോലെ ഈ വാട്സാപ്പ് ഇങ്ങനെ 5G ഒന്നും ഇല്ലെങ്കിലും ആ സമയത്ത് ഓർക്കിട്ടും ഫേസ്ബുക്കൊക്കെ ഉണ്ടായിരുന്നുണ്ടേ. നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഒരാളെ ടാറ്റ പാർട്ടി പോയെന്ന് പറഞ്ഞിട്ട് ലോകത്ത് എവിടെ പോയാലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത അവസ്ഥയൊന്നുമില്ല അപ്പോഴും. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അയ്യോ നഷ്ടമായി പോയല്ലോ. മറ്റേ വന്ദന സിനിമയിൽ മമ്മൂട്ടി മോഹൻലാലും മറ്റേ അവളും പോയത് പോലത്തെ ഒരു അവസ്ഥയിലാണ് പല സീനുകളും കാണിച്ചു വെച്ചിരിക്കുന്നത്. കോമഡി ആയിപ്പോയി. ഏറ്റവും സഹിക്കാൻ പറ്റാത്ത ഒരു സീൻ, കാതുവിൻ്റെ ഒരു സെക്കൻഡ് എൻട്രി ഉണ്ട്. എന്നിട്ട് അവൾ വന്ന് നിന്നിട്ട് ഒരു കാര്യം പറഞ്ഞു. അതായത് ഇവർക്ക് പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രസവിച്ച സുഖമാണ്. പ്രപ്പോസ് ചെയ്തവന് കെട്ടണം പ്രേമിക്കണം ഒന്നും ഒരു വിഷയമല്ല. പ്രപ്പോസ് ചെയ്യുക എന്നാണ് പ്രധാന കാര്യം. അത് ചെയ്തപ്പോൾ എന്തോ ഭാരം ഒഴിച്ചു വെച്ച പോലെയാണെന്ന്. എനിക്കതിൻ്റെ യുക്തി ഇപ്പോഴും മനസ്സിലാവില്ല. നമുക്ക് ഒരാൾക്ക് സ്നേഹം തുറന്നു പറഞ്ഞാൽ അവരെ സ്നേഹം തിരിച്ചു കിട്ടുക, അല്ല അവരെ പ്രേമിക്കുക എന്നുള്ളതിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള കാര്യം. അല്ലാതെ അവരെ പ്രപ്പോസ് ചെയ്തെന്നും പറഞ്ഞുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഇന്ന് കല്യാണം കഴിഞ്ഞു, ഇന്നലെ കല്യാണം കഴിഞ്ഞാൽ നമ്മളെ പഴയ കാമുകി. എനിക്ക് അവളുടെ അടുത്ത് കല്യാണത്തിന് മുമ്പേ അവളെ പ്രേമമാണെന്ന് പറയാൻ പറ്റിയില്ല. കല്യാണം കഴിഞ്ഞ് ഇല്ല അവൾക്ക് 2 പിള്ളേരായ സമയത്താണെങ്കിൽ പോലും എനിക്ക് പ്രേമമാണ് കേട്ടോ, ഐ ലവ് യു എന്ന് പറഞ്ഞിട്ട് പോയപ്പോഴേക്കും ഒരു സമാധാനമായി. ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കഥ എഴുതി വെച്ചിട്ട്. എന്തൊരു കഥയോ എന്ത് എനിക്ക് അറിഞ്ഞുകൂടേ. അമ്മച്ചിയാളെ ഇരുന്ന് വധിച്ച് തിയേറ്ററിൽ ഇരുന്ന് മരിച്ച് പണ്ടാറടങ്ങി തീർന്നിട്ടുണ്ടെങ്കിൽ അവസാനമായിട്ട് അപരാധങ്ങൾ തീരല്ല. അവസാനം പിന്നെ മറ്റേ സ്പേസിൽ നിന്നൊക്കെ വീഡിയോ കോളൊക്കെ ചെയ്യും, ടൈമറൊക്കെ വെച്ചിട്ട് മറ്റേ വാണം വിടാനുള്ള ടൈമറുണ്ടല്ലോ. എന്നിട്ട് ഈ നിഷ്കു പയൽ ഈ ക്രഷ് ഉണ്ടോ ഈ പയൽ എന്നിട്ടും പറ്റല്ല. ഈ വയ്യാത്ത ഒരു നായകനും കുറേ പേരും. പിന്നെ വേറൊരു നിഹാരിക എന്നൊരു ഇൻഫ്ലുവൻസറുണ്ട്. വെറുപ്പിച്ചെന്ന് പറഞ്ഞാൽ വെറുപ്പി. കാമുകൻ്റെ കല്യാണത്തിന് കയറിപ്പോയിട്ട് എന്നാൽ പിന്നെ അത് ഫോൺ വിളിച്ചൊക്കെ പറഞ്ഞാൽ പോരെ. അപ്പോഴേക്കെല്ലാം ഓക്കെ ഡാൻസ് കളിക്കുന്നു. ഒരു കൺസിസ്റ്റൻസി ഇല്ല, ക്യാരക്ടർ കൺസിസ്റ്റൻസി ഇല്ല. വെറുതെ കുറേ പേരെ എടുത്തിട്ട് 5 കുര്യൻ്റെ ഒരു ചെറിയ റോൾ ചെയ്തിട്ടുണ്ട്. മാളവികയുണ്ട്. അയ്യോ അത് അവളെയൊക്കെ കഥാപാത്രത്തിൻ്റെ അവസ്ഥ ആലോചിക്കും വിഷമം തോന്നിട്ടാണ്. ഒരു സൈഡിൽ അവൻ്റെ പ്രേമം വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറേ ബലിയാടുകളെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിലൊന്നാണ് മാളവിക. അങ്ങനെ കുറേ. പിന്നെ ടെക്നിക്കൽ ടീം പറയുകയാണെങ്കിൽ തമൻ്റെ 1-2 പാട്ടുകൾ രസമുണ്ടായിരുന്നു, പക്ഷേ അനാവശ്യമായിരുന്നു പാട്ടുകൾ. തമൻ്റെ പെർഫോമൻസ് ഒന്നും വലിയ ഗുണമൊന്നുമില്ല. മ്യൂസിക് പരിപാടിയൊക്കെ ഉള്ളായിരുന്നു. മനോജ് പരമഹംസൻ്റെ DOP നന്നായിട്ടുണ്ടായിരുന്നു. അതൊക്കെ തന്നെ, വേറെ കൂടുതലൊന്നും പറയില്ല. അങ്ങനെ മൊത്തത്തിൽ 3 മണിക്കൂർ ടോർച്ചറായിട്ട് ഒരു തൊലിയാർ മണിയൻ്റെ കഥ പറഞ്ഞ, 6 കണ്ണൻ്റെ കഥ പറഞ്ഞ ഒരു പടം. എന്തരാ വരട്ടെ.